ഹലോ, ഇന്ന് നമുക്ക് സിമിലീസ് എന്താണെന്ന് നോക്കിയാലോ. സിമിലീസ് ഉപമ അല്ലേ. എന്തെങ്കിലും ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുക. അപ്പോൾ ആ സിമിലീസ് നമ്മൾ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, സിമിലീസും മെറ്റഫർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷനാണ് ഇന്നിവിടെ നമ്മൾ മാറ്റിത്തരുന്നത്. എന്താണ് സിമിലീസ്, എന്താണ് മെറ്റഫർ. ഇപ്പോൾ സിമിലീസ് മാത്രമാണ് ഞാൻ പറയുന്നത്. മെറ്റഫർ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ച് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അത് ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോഴത്തേനും മറന്നു പോകും. അപ്പോൾ പെട്ടെന്ന് അത് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞനിയത്തിമാർക്ക് SSLC സ്റ്റുഡൻസിന് കൂടി ഇത് ഷെയർ ചെയ്യുക. അവരോട് പറയുക. അവർക്കുള്ള എക്സാം ഗ്രാമർ പോർഷൻസ് നമ്മൾ ഇതിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. സിമിലീസ്. അപ്പം സിമിലീസ് കാണുമ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇത് സിമിലി ആണോ മെറ്റഫർ ആണോ എന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗമാണ് സിമിലീസിൽ ഒന്നുകിൽ ലൈക്ക് എന്നുള്ള വേർഡ് കാണും, അല്ലെങ്കിൽ അസ് എന്നുള്ള വാക്ക് കാണും, വേർഡ്. അപ്പം നമുക്ക് നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസ് ഇത് കണ്ടോ. ഇവിടെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നീയൊരോമൽ കാവ്യചിത്രം പോലെ. ആ പാട്ടിൽ നീ എന്ന് പറയുന്ന ആ ലവറെ എങ്ങനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു ഓമൽ കാവ്യചിത്രം പോലെ. പോലെ എന്ന് പറയുന്ന വാക്കാണ് ലൈക്ക്. ഷീ ഈസ് ലൈക്ക് എ കാവ്യചിത്രം അല്ലേ. ഷീ അല്ലെങ്കിൽ യു ആർ ലൈക്ക് എ കാവ്യചിത്രം എന്നാണ് ആ ലവർ അയാളുടെ മറ്റേ സ്വീറ്റ് ഹാർട്ടിനോട് പറയുന്നത്. സംതിങ് ഈസ് ലൈക്ക് സംതിങ്. ഇവിടെ സംതിങ് എന്ന് പറയുന്നത് നീ എന്നുള്ള ആ ആളെ ലൈക്ക് സംതിങ് വേറൊരു ഇതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എന്താണത്? കാവ്യചിത്രം, ഒരു കവിത പോലെ എന്നുള്ള വാക്ക് അവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ. ഡയറക്റ്റ്ലി കമ്പയേഴ്സ് ടു തിങ്സ്. രണ്ട് തിങ്സിനെ ഡയറക്റ്റായിട്ട് കമ്പയർ ചെയ്യും. ഇവിടെ നീ എന്നുള്ള ആ സബ്ജക്റ്റിനെ കാവ്യചിത്രത്തോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ എക്സാമ്പിൾ നോക്കി. ആസ് സ്വീറ്റ് ആസ് ഹണി, ആസ് ലൗഡ് ആസ് തണ്ടർ, ആസ് ഹാർഡ് ആസ് അയൺ. ഇപ്പം അസ് അല്ലെങ്കിൽ ലൈക്ക് ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് കാണും സിമിലീസിൽ. ഇനി നോക്കിയേ. ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ്, ആസ് സൈലൻ്റ് ആസ് എ ഗ്രേവ്. ശ്മശാന മൂകത എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് സൈലൻസിനെ ഗ്രേവിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. അതുപോലെ ബ്ലൈൻഡ്നെസ്സിനെ ബാറ്റിനോട് കമ്പയർ ചെയ്തിരിക്കുന്നു. ബാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് വവ്വാൽ അല്ലേ. അതുപോലെ ആസ് വൈറ്റ് ആസ് സ്നോ, മഞ്ഞിനെ വെളുത്ത മഞ്ഞ് പോലെ. അതുപോലെ ആസ് ഹാപ്പി ആസ് ലാർക്ക്, ആസ് ലൈറ്റ് ആസ് ഫെദർ. അപ്പം ഇതാണ് സിമിലി മനസ്സിലാക്കാനുള്ളത്. അസ് എന്നുള്ള വേർഡ് എപ്പോഴും കാണും. ഇനി മെറ്റഫർ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറയാം. ഞാൻ ഇതിനകത്ത് പറഞ്ഞ് നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടില്ല. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, ഹീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഹീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അപ്പം എന്താണ്? ഹീ ഈസ് ലൈക്ക് എ ഷൈനിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഹീ ഈസ് അസ് ലൈക്ക് അസ് എ ഷൈനിങ് സ്റ്റാർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ്? ഹീ ഈസ് എ ഷൈനിങ് സ്റ്റാർ. അതാണ് മെറ്റഫർ. അതായത് അവിടെ മെറ്റഫർ പറയുമ്പോൾ ലൈക്കോ അസോ ഒന്നുമില്ല. അതിന് ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്താണ്? സംതിങ് ഈസ് ലൈക്ക് സംതിങ്. ഒന്നിനെ മറ്റൊന്നിനോട് എന്താണ് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. സിമിലർ ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതാണ്. അപ്പോൾ ഇത്രയും മാത്രമാണ് സിമിലീസ്. നിങ്ങൾ ഓർത്തിരിക്കുക. ആ അസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള വാക്ക് അവിടെ കാണും. ഇനി നോക്കി. അതുകൊണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ, വെൻ വി ലിസൺ ടു എ റണ്ണിങ് കമൻട്രി. അതായത് നിങ്ങൾക്ക് സിമിലീസ് എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ വിഷൻ ഓർ വി ക്യാൻ സീ വിഷൻസ് വിത്ത് അവർ മൈൻഡ്. ഇപ്പം ഇപ്പം നമ്മൾ എല്ലാ കമൻട്രിയും ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം നമ്മൾ ഈ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷൻ ശരിക്കും നമ്മുടെ മൈൻഡിൽ ആ വിഷൻ കിട്ടത്തില്ല അല്ലേ. നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിമിലീസ് നമ്മൾ ശരിക്കും കേൾക്കുമ്പോൾ അതിൻ്റെ ആ
ഇഫക്റ്റ് വരുന്നത് റണ്ണിങ് കമൻട്രി റേഡിയോയിലൂടെ കേൾക്കുമ്പോഴാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ, എംബാപ്പയുടെ കാലുകൾ മാനിൻ്റെ കാലുകളേക്കാൾ വേഗത്തിൽ കുതിക്കുകയാണ് പന്തിൻ്റെ പിറകെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ എംബാപ്പയുടെ കാലുകളെ എന്തിനോടാണ്, ഇറ്റ് ഈസ് ലൈക്ക് മാനിൻ്റെ കാലുകൾ, ഇറ്റ് ഈസ് ലൈക്ക് ദ ലെഗ്സ് ഓഫ് എ മാൻ അല്ലല്ലോ, എന്താ അത്, ഡിയർ അല്ലേ, അത് തന്നെ, സോറി. അപ്പോൾ എംബാപ്പയുടെ കാലുകളെ മാനിൻ്റെ കാലുകളോട് ഉപമിച്ചിരിക്കുന്നു. അതിനാണ് സിമിലി, അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെന്താ പറയുന്നത്, ഉപമ എന്ന് തന്നെ പറയും. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക, മെറ്റഫറും സിമിലിയും തമ്മിൽ ഒരിക്കലും നിങ്ങൾക്ക് മാറിപ്പോകരുത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ അസോ ലൈക്കോ ഒന്നുമില്ല. പിന്നെ വേറെ ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ദൈവം പറഞ്ഞിട്ടുണ്ട് ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ലിടയനാണ്. ഐ ആം ലൈക്ക് എ ഗുഡ് ഷെപ്പേർഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് അല്ലേ. അപ്പോൾ ആ ലൈക്കും അസും വന്നിട്ടുണ്ടെങ്കിൽ അത് സിമിലിയും, ഇത് രണ്ടും വന്നിട്ടില്ലെങ്കിൽ അത് മെറ്റഫറും ആകും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും വേണ്ട. ഓക്കെ, സിമിലീസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ ലൈക്ക് എന്നുള്ളതും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ചെറുതായിട്ട്. ആ സ്വീറ്റസ് ഹണി, ആ അസ് അല്ലെങ്കിൽ ലൈക്ക് എന്നുള്ള 2 വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സിമിലി. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് നിങ്ങൾ നന്നായിട്ട് എഴുതുക. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഗ്രാമർ ഭാഗങ്ങളൊക്കെ വീണ്ടും ഇടുന്നതാണ്. വളരെ നല്ല ഈസി ആയിട്ട് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ ടിപ്സൊക്കെ ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.